വിശദമായ വാർത്തകളിലേക്ക്. വനിതാ T20യിൽ ഇന്ത്യ ശ്രീലങ്ക നാലാം മത്സരത്തിൽ ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ആദ്യത്തെ 3 മത്സരങ്ങളും ജയിച്ച് പരമ്പര സ്വന്തമാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും അക്ഷയ കൃഷ്ണനാഥ് ചേരുന്നുണ്ട്. അക്ഷയ, എന്തൊക്കെയാണ് നിലവിലെ മത്സരത്തിന്റെ നില? പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ്? വർഷ സൂചിപ്പിച്ച ഒരു കാര്യത്തിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അതായത് കഴിഞ്ഞ കളിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ജമീമയെ മാറ്റുമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ആ കളിയിൽ ജമീമ മത്സരിച്ചു. ജമീമയ്ക്ക് വളരെ ചെറിയ സ്കോർ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. ഈ മത്സരത്തിൽ ജമീമ കളിക്കില്ല. അതായത് ഇന്നത്തെ പ്ലേയിംഗ് 11-ൽ നിന്ന് ജമീമ റോഡ്രിഗസിനെ മാറ്റിയിട്ടുണ്ട്. അതിനു പകരം ഇന്ത്യയുടെ ഹർഷീന ഡ്യൂളും അതുപോലെ തന്നെ അരുന്ധതിയുമാണ് ഇന്നത്തെ പ്ലേയിംഗ് 11 ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ലുള്ളത്. ജമീമ റോഡ്രിഗസും ക്രാന്തിയും ഇന്ന് ഇന്ത്യയുടെ മത്സരം കളിക്കില്ല. നിലവിൽ ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു പരീക്ഷണമാണ്. അതായത് ലോകകപ്പിലേക്കുള്ള ഒരു പരീക്ഷണമായിരിക്കും ഇന്ന് ഇന്ത്യ നടത്തുക ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ഇന്ന് 3 പ്രത്യേകതകൾ കൂടി, ഈ മാച്ചിനകത്ത് 3 പ്രത്യേകതകൾ കൂടിയുണ്ട്. അതായത് ഇന്നത്തെ കളിയിൽ 27 റൺസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്മൃതി മന്ദാന സ്മൃതി മന്ദാന 10,000 റൺസ് അന്താരാഷ്ട്ര ടൂർണമെന്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന താരമായിട്ട് അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് സ്മൃതി മന്ദാന എത്തും. അതുപോലെ തന്നെ ദീപ്തി ശർമ്മ ബൗളർ ആയിട്ടുള്ള ദീപ്തി ശർമ്മ ഒരു വിക്കറ്റ് നേടിയാൽ നിലവിൽ T20യിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമായി മാറും. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ മേഗൻ സ്കൌട്ടിനൊപ്പമാണ് ആ ഒരു സ്ഥാനം ദീപ്തി ശർമ്മ പങ്കിടുന്നത്. മാത്രമല്ല ശ്രീലങ്കൻ ക്യാപ്റ്റനായിട്ടുള്ള ചമാരി അട്ടപ്പട്ടുവിന്റെ 150ാമത് മത്സരമാണ് ഇന്ന് നടക്കുന്നത്. കാണികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണ്. പക്ഷേ ആവശ്യത്തിനധികം കാണികൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. കഴിഞ്ഞ മാച്ച് നമുക്കറിയാം, ഒരു പ്രവൃത്തി ദിവസത്തിലായിരുന്നു കഴിഞ്ഞ മാച്ച് ഉണ്ടായിരുന്നത്. അന്ന് അത്ര തന്നെ കാണികൾ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും ഇന്ന് കൂടുതൽ കാണികളെ പ്രതീക്ഷിച്ചിരുന്നു. അതും നിരാശ തന്നെയാണ് ഫലം. കാരണം ഇന്ന് വളരെ കുറഞ്ഞ ഞായറാഴ്ചയാണ്. എന്നിരുന്നാൽ പോലും കാണികൾ വളരെ കുറവാണ്. ഇനി മത്സരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഇന്ത്യക്കാണ് ടോസ് ലഭിച്ചത്. ഇന്ന് ടോസ് ലഭിച്ചത് ശ്രീലങ്കയ്ക്കാണ്. ശ്രീലങ്ക ആദ്യം ബൌൾ ചെയ്യും. അതായത് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യും. അത്തരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പരീക്ഷിക്കുന്ന ഒരു മത്സരം കൂടിയായിരിക്കും ഇന്ന് കാര്യവട്ടത്ത് നടക്കുക. മാറ്റങ്ങളിൽ ജമീമയുടെ മാറ്റമാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ന് എന്തായാലും പരീക്ഷണ മത്സരമായിരിക്കും ഇന്ത്യ കളിക്കുക. അതായത് 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 3 മത്സരങ്ങളും വിജയിച്ച് പരമ്പര നേടിയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യക്ക് ഇതൊരു പരീക്ഷണ മത്സരം മാത്രമായിരിക്കും. എന്തായാലും ഇന്ത്യ ആയിരിക്കും ആദ്യം ബാറ്റ് ചെയ്യുക.